ഇന്ന് അതിരാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മളൊരു പാലം കണ്ടില്ലേ, ആ പാലത്തിന് താഴെ കൂടെ ഒരു തോടൊഴുകുന്നുണ്ട് കേട്ടോ. പുല്ലുമൂടി കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് പണി തീർക്കാൻ അല്പം എളുപ്പത്തിന് വേണ്ടിയാണ്. ഈ കാണുന്ന തൊണ്ടിന് അങ്ങേയറ്റം ഒരു വീടുള്ളതാണ്. മുൻപ് ഞാൻ വണ്ടിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. കാട് മൂടപ്പെട്ടതിനാൽ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോഴാകാം. ഇനി അങ്ങ് അകലെ കാണുന്നത് ആ വീടിൻ്റെ റീഡിംഗ് എടുക്കണം. മഴക്കാലങ്ങളിൽ ഈ ഭാഗം വഴി നടന്നേ പോകാൻ സാധിക്കാറുള്ളൂ. വേനലായതുകൊണ്ട് അല്പം എളുപ്പമുണ്ട്, വണ്ടിക്ക് പോകാം. അധികം സ്പീഡിലൊന്നുമല്ല കേട്ടോ, ഒരു 10-11 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് കൂടുതൽ ജോലി തീർക്കാൻ കഴിയുന്നത് അതിരാവിലെ ഇറങ്ങുമ്പോഴാണ്. വീടുകളിലെ ലൈറ്റൊന്നും ഓഫാക്കിയിട്ട് പോലുമില്ല. കറണ്ട് ബില്ല് കൊടുക്കുക എന്നത് ആളുകൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്നൊരു പരിപാടി ആയതുകൊണ്ട് അതിരാവിലെ നിന്നെയാണല്ലോ കണി കാണുന്നത് എന്ന് കരുതിയാണ് പല ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷെ പിന്നീട് ആ ദിവസം പോസിറ്റീവായ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ എന്നെയാണല്ലോ കണി കണ്ടത് എന്ന് പ്രതീക്ഷിച്ച് അവർ സന്തോഷഭരിതരാകുന്നത്. അതിരാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ അധികം വെയിൽ കൊള്ളേണ്ട വരാറില്ല. ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ പിന്നെ വിശ്രമമില്ല, തുടർച്ചയായ ജോലി തന്നെ. നവംബർ-ഡിസംബർ മാസത്തിലാണ് ഏറ്റവും എളുപ്പത്തിൽ റീഡിംഗ് തീർക്കാൻ സാധിക്കാറ്. ഒരു വീട് റീഡിംഗ് എടുത്താൽ 8 രൂപ 92 പൈസ കിട്ടും. 100 വീട് റീഡിംഗ് എടുത്താലാണ് 892 രൂപ കിട്ടുക. അതിൽ യാത്രാ ചിലവൊക്കെ സ്വന്തം കയ്യിൽ നിന്നാണ്. ഈ വഴിയുടെ അങ്ങേ അറ്റത്തൊരു വീടുണ്ട്. മുൻപ് ബൈക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇതിലെ വണ്ടി കൊണ്ട് വന്നിട്ടുള്ളൂ. സ്കൂട്ടർ കൊണ്ട് ആദ്യമായാണ്, അല്ലെങ്കിൽ നടന്നാണ് വരിക. ഈ വഴി എപ്പോഴും ചെളി നിറഞ്ഞതായിരിക്കും. പല സ്ഥലത്തും ടയർ താഴ്ന്നു പോകും. ബൈക്കാണെങ്കിൽ കയറി വരാൻ എളുപ്പമുണ്ട്. സ്കൂട്ടർ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ്. വഴി അല്പം തെളിച്ചിട്ടിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് സ്കൂട്ടർ കൊണ്ട് വന്നത്. പക്ഷേ പ്രതീക്ഷകൾ കൃത്യമായിരുന്നു, എങ്ങും താഴ്ന്നു പോയില്ല. കൃത്യമായി വീടിന് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞു. ആ കാണുന്ന വളവ് തിരിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് എത്താം. ഈ വീടിൻ്റെ റീഡിംഗ് എടുത്താൽ നമ്മൾ ആദ്യം കണ്ട വഴിയെ നടന്നു പോകണം. ആ കാട് വഴി റീഡിംഗ് എടുക്കാൻ പോകുന്നതിനിടെ ഒരു പാമ്പിനെ കണ്ടു. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ എന്ത് പാമ്പാണെന്ന് ചോദിക്കാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും സാധിച്ചില്ല. പിന്നീട് ഒരു ടാറിട്ട വഴിയിലേക്കാണ് കയറിയത്. അതിരാവിലെ ആയതുകൊണ്ട് പല വീടുകളും ഇതുപോലെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. ഹോൺ അടിച്ചു നോക്കി, പക്ഷെ പുറത്തു നിന്നാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. എവിടെയെങ്കിലും പോയതായിരിക്കാം. തിരിച്ചു വരുമ്പോൾ ഇത് തുറന്നിട്ടില്ല എങ്കിൽ ഗേറ്റ് ലോക്ക് ആക്കി ബില്ല് കൊടുക്കും. 2 തവണയിലധികം ഗേറ്റ് ലോക്ക് ആക്കി ബില്ല് ചെയ്യാൻ പാടില്ല. ഇത് ആദ്യത്തെ തവണയാണ്. മുൻപ് ഈ റോഡൊന്നും ടാറിട്ടതായിരുന്നില്ല. ഇപ്പോൾ ഈ റോഡിൽ കുറേ ഭാഗം ടാർ ചെയ്തു. ഈ വളവ് തിരിഞ്ഞ് നേരെ കാണുന്നത് ഒരു വീടാണ്. ദാ ആ ഗേറ്റ് കണ്ടില്ലേ, അത് ഗേറ്റ് പൂട്ടിയിട്ടിട്ടില്ല. ഈ വീട് കൂടെ കഴിഞ്ഞ് അല്പം കൂടെ നീങ്ങിയാൽ ടാറിട്ട വഴി അവസാനിക്കും. ടാറിട്ട റോഡ് മാത്രമാണ് അവിടെ അവസാനിക്കുക. അതിനപ്പുറവും വീടുകളുണ്ട്. റോഡിൻ്റെ നടുക്ക് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല കേട്ടോ, അവിടെ വരെ മാത്രമാണ് ആ ടാറിട്ട റോഡുള്ളത്. പിന്നീട് നമുക്ക് ഇതുപോലെ ചെറിയൊരു തൊണ്ട് വഴിയാണ് അതിന് മുന്നോട്ട് പോകാനായിട്ടുള്ളത്. അല്പം കൂടെ മുന്നോട്ട് മാറ്റി വണ്ടി വെച്ചതിന് ശേഷം ഇവിടെ ഒരു കുറച്ച് വീടുകളുണ്ട്. അത് റീഡിംഗ് തീർത്തതിന് ശേഷം വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇവിടെ ഈ കാണുന്ന വീടുകൾ മാത്രമല്ല, 2 മോട്ടോർ പുരകൾ കൂടിയുണ്ട്. പണ്ടിവിടെ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് ഉപയോഗമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വല്ലപ്പോഴും അടിച്ചാലായി. ഇപ്പോഴിവിടെ നെൽകൃഷിയില്ല, തെങ്ങ് മാത്രമാണ് നിൽക്കുന്നത്. ജലാംശമുള്ള സ്ഥലത്തെ തെങ്ങ് നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ഈ വഴിക്കപ്പുറം സ്കൂട്ടറിന് പോകാറില്ല. മുൻപ് ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇതിനപ്പുറം ബൈക്ക് കൊണ്ട് പോയിരുന്നു. സ്കൂട്ടറിന് ആദ്യമായാണ്. ഒരു പാടം ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ. നന്നായി ചെളിയുണ്ട്, ടയർ താഴ്ന്നു പോകും. ബൈക്കിൻ്റെ ടയർ അത്ര പെട്ടെന്ന് താഴില്ലല്ലോ. എന്തായാലും കുറേ ദൂരെയാണ് വീട്, നടക്കുക ബുദ്ധിമുട്ടാണ്. സ്കൂട്ടറിന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പലയിടത്തും വണ്ടി ചെളിയിൽ താഴ്ന്നു. ഈയൊരു ഭാഗത്ത് മാത്രമാണ് അല്പം ബുദ്ധിമുട്ട്. ഇത് കഴിഞ്ഞാൽ സ്കൂട്ടറിന് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗമാണ്. പക്ഷേ ഇവിടെ കടന്നു കിട്ടുക എന്നത് അല്പം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണല്ലോ നമ്മൾ ഈ KK ജോസഫ്. ഒരുവിധം അത് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. ഇനി ഈ വഴിയിലൂടെ മുന്നോട്ട്. ഇതിനങ്ങേ അറ്റത്തുള്ള വീട്ടുകാർ മുഴുവൻ വള്ളത്തിനാണ് സഞ്ചരിക്കാറ്. ഇവർ ഇതിലെ വരവ് കുറവാണ്. അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ ചെളിഞ്ഞു കിടക്കുന്നത്. മുൻപ് ആ വീട്ടിലെ ചേട്ടന് ബൈക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതിലെ ബൈക്കിന് പോയിക്കൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയും ഇതേ വഴിയിലൂടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ബൈക്കായിരുന്നു, സ്കൂട്ടറല്ല. ഇപ്പോൾ കാണുന്ന വഴി അത്യാവശ്യം നല്ല വഴിയാണ്. സ്കൂട്ടറിന്
സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. ഈ ഭാഗത്ത് അത്യാവശ്യം തണലുള്ളത് കൊണ്ട് ഇത് ഉച്ചയാകുമ്പോൾ വന്നാൽ മതി എന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ആ ഒരു പോക്കിനെടുത്ത് തീർന്നില്ല എങ്കിൽ തീർക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പിന്നെ അത് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. റോഡിന് നടുക്ക് ആരാണാവോ തെങ്ങ് കൊണ്ട് വെച്ചിരിക്കുന്നത്? അതോ തെങ്ങിൻ്റെ നടുക്ക് റോഡ് വന്നതാണോ? ഇനിയും കുറേ ദൂരമുണ്ട് ആ വീട്ടിലേക്ക്. അവിടെ 2 വീടാണ് ഉള്ളത്. ഒരു വീട്ടിൽ നിറയെ പട്ടികളാണ്. അത് വീടല്ല കേട്ടോ, മുൻപെന്തോ മോട്ടോർ വരെയോ മറ്റോ ആയിരുന്നതാണ്. ഇപ്പോൾ തകർന്ന് കിടക്കുകയാണ്. അതിൽ ഞാൻ റീഡിങ് എടുത്തിട്ടില്ല. ഞാനിവിടെ വരുന്ന കാലം മുതൽ തകർന്ന് കിടക്കുന്ന കെട്ടിടമാണത്. ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ കൃഷി ഉണ്ടായിരുന്നപ്പോൾ അതിലൊരു കണക്ഷനും ഉണ്ടായിരുന്നിരിക്കാം. കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും മുൻപായിരിക്കാം. എപ്പോഴും കാണുന്നത് കൊണ്ടാവാം ഈ പ്രദേശത്തെ ഹരിതാപയും പച്ചപ്പും ഊഷ്മളതയും ഒന്നും ഒരു പുതുമയല്ല. അതിരാവിലെ ആയതുകൊണ്ട് പുല്ലിൽ നിറയെ മഞ്ഞുതുള്ളികളൊക്കെ ഉണ്ട്. ബൈക്ക് അവിടെ വെച്ചു. ഇനി മുന്നോട്ട് നടന്നു വേണം പോകാൻ. അത് അങ്ങറ്റത്ത് ആ വീട് ദൃശ്യമാവുന്നത് കണ്ടോ? കുറേ കൂടെ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. കറണ്ട് ബില്ലല്ലേ? ഞാനിതിലേ വരുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന വല്യമ്മയ്ക്കൊരു സംശയം. ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ, കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഈ പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ. തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അല്പം ഭയചകിതനായാണ് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുന്നത്. ഈ ഭാഗത്ത് മുങ്ങി മരിക്കാനുള്ള ആഴമൊന്നും ഇല്ല, എങ്കിലും ഒരു ഭയം. അവിടെയുള്ള വീട്ടുകാർ വള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടാകാം പാലം മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. ചുരുളി സിനിമയിൽ ഇത്തരത്തിലൊരു പാലമുണ്ട്, അതാണ് ഓർമ്മ വന്നത്. പക്ഷെ ചുരുളിയിലെ പോലെയൊന്നുമല്ല കേട്ടോ, വളരെ നല്ല ആളുകൾ. ഇന്ന് രാവിലെ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. അതെടുത്തത് ഇവിടെ നിന്നാണ്. ഫോട്ടോയ്ക്ക് ആസ്പദമായ ഫ്രെയിം ഈ കാണുന്നതാണ്. തിരിച്ചു വന്നപ്പോഴാണ് ആ ഫോട്ടോ എടുത്തത്. അങ്ങ് പോയപ്പോൾ വീഡിയോ എടുക്കുന്ന ശ്രദ്ധയിലായിരുന്നു. ഇതിനപ്പുറത്തേക്കുള്ള വീടും അത്യാവശ്യം സുന്ദരമായി തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ. ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ റീഡിങ് എടുക്കേണ്ട വീട്. നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. കുറേ പച്ചക്കറി തൈകളുമായി ഓടിട്ട അടിപൊളിയൊരു വീട്. അങ്ങനെ അവിടെ നിന്നും അടുത്ത റീഡിങ് സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തൊരു വീട് കൂടെ ഉണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ നിറയെ പട്ടികളുള്ള സ്ഥലം. അങ്ങോട്ടേക്ക് ഇപ്രാവശ്യവും പോകാൻ നിവൃത്തിയില്ല. അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന ശ്രദ്ധയിലായിരുന്നു എങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു ഫോട്ടോ കൂടി എടുത്തേക്കാം എന്നാലോചിച്ചത്. ഫോട്ടോഗ്രാഫി സ്കില്ലുകളൊന്നും ഇല്ല എങ്കിലും സ്ഥലം അടിപൊളിയായതുകൊണ്ട് നല്ലൊരു ഫോട്ടോ കിട്ടുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരെണ്ണങ്ങ് കാച്ചി. ഇത്രയും നീളമുള്ള ഈ വീഡിയോ ഇവിടെ വരെ കാണാനുള്ള ക്ഷമ കാണിച്ചു എങ്കിൽ നല്ലതാണോ മോശമാണോ എന്ന് കമൻറ്റ് കൂടെ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.